കഥയാരംഭിക്കുന്നത് ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷനിൽ നിന്നുമാണ്. വാഴ്സോട്ടി രാജ്യത്തിലെ പ്രിൻസ് ഡെസ്മണ്ട് അൽമേനിയ കിണ്ടത്തിലെ രാജകുമാരി മരിയയെ വിവാഹം കഴിക്കാനുള്ള ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. എൻഗേജ്മെന്റ് ഫംഗ്ഷൻ അരങ്ങേറുന്നു. ചടങ്ങിൽ പങ്കെടുക്കാൻ ഒരുപാട് ഗസ്റ്റുകൾ എത്തിച്ചേർന്നിരുന്നു. പക്ഷേ മരിയയുടെ മുഖഭാവത്തിൽ നിന്ന് അവൾക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. കാര്യമെന്തെന്നാൽ അത് നല്ലൊരു രീതിയിൽ നടക്കുന്ന വിവാഹമേയല്ല. ആ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കുറെ നാളുകളായി വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന രീതിയിലാണ് ആ വിവാഹത്തിലേക്ക് എത്തപ്പെട്ടത് പോലും. 300 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആഭ്യന്തര കലാപങ്ങളും മറ്റും കാരണം രാജ്യം രണ്ടായി പിരിഞ്ഞു. വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടപ്പോ ഒരുപാട് ഉയർച്ചയും താഴ്ചയുമൊക്കെ മുമ്പിൽ കണ്ട രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ചലിക്കാം, അതായിരിക്കും ഏറ്റവും ബെനഫിഷ്യൽ എന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ വിദ്വേഷവും പകയുമൊക്കെ മാറ്റിവെച്ച് പരസ്പരം കൈകോർത്ത് പ്രവർത്തിക്കാൻ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അതിന് കൂടുതൽ കരുത്തേകാനും ബന്ധത്തിലൂടെ അത് ഊട്ടിയുറപ്പിക്കാനുമാണ് ഡെസ്മണ്ടിന്റെയും മരിയയുടെയും വിവാഹം ഉറപ്പിച്ചതുപോലും. പക്ഷെ അപ്പോഴും തർക്കങ്ങളും അവസാനിച്ചില്ല. രണ്ട് രാജ്യങ്ങളും ഒന്നിച്ച് വലിയൊരു യൂണിഫൈഡ് കിങ്ഡം ഉണ്ടായിക്കഴിയുമ്പോ അത് ആര് ഭരിക്കും എന്നതായിരുന്നു അടുത്ത പ്രധാന ചോദ്യം. നിലവിലെ രണ്ട് രാജാക്കന്മാർക്കും രാജാവിന്റെ സ്ഥാനം വിട്ടുകൊടുക്കാൻ മനസ്സുപോലുമില്ല. അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഡെസ്മണ്ടിന് വിവാഹത്തിൽ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ സന്തോഷവാനുമാണ്. പക്ഷേ മരിയയുടെ കാര്യം അപ്രകാരമായിരുന്നില്ല. മരിയയെ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചിരിക്കുകയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ മരിയ താൻ സ്നേഹിച്ചിരുന്ന ഒരു പ്ലംബറുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അതോടെ ഡെസ്മണ്ടിന്റെ കുടുംബത്തിന് വലിയ അപമാനമായി. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പകയും വിദ്വേഷവും വർദ്ധിക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളൊക്കെയും ഡെസ്മണ്ടിനെ ഒരു വിഷമാവസ്ഥയിൽ എത്തിച്ചിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. രാജ്യത്തിന്റെ കീർത്തി, കുടുംബത്തിന്റെ അന്തസ് ഒക്കെയും വീണ്ടെടുക്കണം. എന്തു ചെയ്യാൻ പറ്റും എന്ന് ഡെസ്മണ്ട് ചിന്തിച്ചു നിൽക്കുകയാണ്. ഡെസ്മണ്ടിന്റെ സഹായി അസിസ്റ്റന്റ് ഒരു നിർദ്ദേശം വെക്കുന്നത്. മരിയയ്ക്ക് ഒരു അനിയത്തി കൂടിയുണ്ട്. ജെനിഫർ എന്നാണ് അവളുടെ പേര്. അവൾ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. ഈ രാജപദവിയും കൊട്ടാര രീതികളുമൊന്നും അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ടൊരു സാധാരണക്കാരിയായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുവാണ്. നിലവിൽ ആ രാജ്യത്തെ രാജകുമാരിയുമായിട്ടാണ് നിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത്. നീ ഇപ്പോൾ മരിയയെ മാറ്റി ജെനിഫർ വിവാഹം കഴിച്ചാലും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടക്കും. വിചാരിച്ച പോലെ രണ്ട് രാജ്യങ്ങളും ഒന്നുചേരും. കുടുംബത്തിന് വന്ന അപമാനം മാറുകയും ചെയ്യും. കുഴപ്പമില്ലെന്ന് തോന്നിയ ഡെസ്മണ്ട് ജെനിഫർ എവിടെയുണ്ട് എന്ന് തെരഞ്ഞ് കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ ഉത്തരവിട്ടു. ഇതേ സമയം ഇതൊന്നും അറിയാതെ ജെനിഫർ അമേരിക്കയിലെ തന്റെ താമസ സ്ഥലത്തായിരുന്നു. ജെനിഫറും ജെനിഫറിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എല്ലിയും ചേർന്ന് ഒരു ചാരിറ്റി പ്രോഗ്രാം നടത്തുന്നുണ്ട്. നല്ല ആളുകൾ അതിലേക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കും. അടുത്ത സുഹൃത്തായിട്ട് കൂടി ജെനിഫർ ഒരു രാജകുമാരിയാണെന്ന് എല്ലിക്ക് അറിവുണ്ടായിരുന്നുമില്ല. അന്നത്തെ പ്രോഗ്രാമിൽ ജെനിഫറിന് ഉയർന്ന പ്രതീക്ഷകളുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർ അവരുടെ ഫോട്ടോ മാക്സിമം എടുത്തിട്ടും ആരും തന്നെ പണമൊന്നും ഡൊണേറ്റ് ചെയ്തതേയില്ല. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ജെനിഫറും എല്ലിയും പോരുന്ന വഴിയിൽ തെരുവിൽ പലരും തന്നെ നിരീക്ഷിക്കുന്ന പോലെ ജെനിഫറിന് തോന്നി. ഒരു രാജകുമാരിയായതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ചില ഭയങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. തന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ എന്നായിരുന്നു അവളുടെ ഭയം. എല്ലിയുമൊത്ത് അവൾ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. പക്ഷേ വൈകാതെ അത് വാഴ്സോടി കിങ്ഡത്തിലെ ആരെങ്കിലുമായിരിക്കും എന്ന് ജെനിഫറിന് മനസ്സിലായി. അവർക്ക് ജെനിഫറിനോട് സംസാരിക്കണമായിരുന്നു. പക്ഷേ ജെനിഫർ അത് മുഖവിലക്കെടുക്കാതെ എല്ലിയെയും കൂട്ടി പോവാൻ തുടങ്ങി. എല്ലിക്കാണെങ്കിൽ നടക്കുന്നതൊന്നും മനസ്സിലാവുന്നുമില്ല. പക്ഷേ കുറച്ചു ദൂരം കൂടി പോയതും വാഴ്സോടിയിലെ ഗാർഡുകൾ ജെനിഫറെയും എല്ലിയെയും ഒന്ന് വളഞ്ഞു. തങ്ങളുടെ കൂടെ വാഴ്സോടി കിങ്ഡത്തിലേക്ക് വരാൻ അവർ ജെനിഫറിനോട് അപേക്ഷിച്ചു. പക്ഷെ ജെനിഫർ അതിന് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോ മനസ്സില്ലാ മനസ്സോടെ ജെനിഫർ സമ്മതിച്ചു. ഒരു സുരക്ഷയ്ക്ക് വേണ്ടി എല്ലിയെയും അവൾ കൂടെ കൂട്ടി. എല്ലിയാണെങ്കിൽ കിളിവാറിയ അവസ്ഥയിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ അവർ വാഴ്സോടിയിലേക്ക് എത്തി. ഡെസ്മണ്ടിന്റെ അസിസ്റ്റന്റ് അവരെ വെൽക്കം ചെയ്തു. പ്രിൻസ് ഡെസ്മണ്ടിന് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് എന്ന കാര്യം അറിയിച്ചു. അത് കേട്ടെല്ലി അത്ഭുതപ്പെട്ടിരുന്നു. അതെന്താ ഒരു രാജകുമാരൻ ജെനിഫറെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? എന്താ നടക്കുന്നതെന്ന് അവൾക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് കൂട്ടുകാരിയെ ജെനിഫർ ആശ്വസിപ്പിച്ചു. അങ്ങനെ അവർ ഡെസ്മണ്ടിന് മുമ്പിൽ എത്തി. ഡെസ്മണ്ട് മുഖകുരയൊന്നുമില്ലാതെ ജെനിഫറോട് സംസാരിച്ചു. നിനക്കറിയാലോ, നിന്റെ സഹോദരിയെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടിയിരുന്നത്. അവൾ എന്നിട്ട് ഞങ്ങളെ അപമാനപ്പെടുത്തി ഓടിപ്പോയി. നിലവിൽ രണ്ട് രാജ്യങ്ങളുടെയും അവസ്ഥ മോശമാവുകയാണ്. രണ്ട് രാജ്യങ്ങളും പഴയ വിദ്വേഷത്തിലേക്ക് പോകുന്നു. ഇത് തടയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ വിവാഹിതരാകണം. നിനക്ക് വിവാഹത്തിന് സമ്മതമാണോ? ജെനിഫർ അത് കേട്ടതും ഞെട്ടിത്തെറിച്ചു പോയി. അങ്ങനൊരു പ്രപ്പോസലിന് അവൾ ഒരുങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഉടനടി പക്ഷെ അവൾ റിജക്റ്റ് ഒന്നും ചെയ്തില്ല. എനിക്ക് ചിന്തിക്കാൻ സമയം വേണം എന്നായിരുന്നു അവൾ മറുപടി പറഞ്ഞത്. പക്ഷേ അത് ഡെസ്മണ്ടിനെ കുറച്ച് ആശങ്കയിലാക്കി. ആലോചിക്കണമെന്ന് പറഞ്ഞ് ജെനിഫർ പോയി ഇനി എങ്ങാനും റിജക്റ്റ് ചെയ്താൽ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുന്നത് ഒരിക്കലും നടക്കാതെ വരും. എന്തായാലും ജെനിഫർ അന്ന് അവിടെ നിന്ന് പോന്നു.
the accents? I've known you for 20 years. പുറത്തെത്തിയപ്പോ എല്ലി ജെനിഫറോട് ദേഷ്യപ്പെടുകയാണ്. അത്രനാളും കൂടെ നിന്നിട്ടും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടും ജെനിഫർ ഒരു രാജകുമാരിയാണെന്ന കാര്യം എല്ലിയോട് പറഞ്ഞിരുന്നില്ലല്ലോ. ആ ഒരു ദേഷ്യമായിരുന്നു അവൾക്ക്. എന്നാലും നിന്നെ സമ്മതിക്കണം, ആൾക്കാർ ഇവിടെ കൊട്ടാരത്തിൽ താമസിക്കാൻ കൊതിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ നീ കൊട്ടാരമൊക്കെ വിട്ട് സാധാരണക്കാരെ പോലെ ജീവിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ നീ ആ ഡെസ്മണ്ടിനെ വിവാഹം കഴിക്കണം. നിനക്ക് രാജപദവി ലഭിക്കും, കൊട്ടാരത്തിൽ സുഖിച്ച് ജീവിക്കുകയും ചെയ്യാം. എല്ലിയുടെ പറച്ചിലിന് ജെനിഫറിന്റെ മറുപടി പക്ഷെ മറ്റൊന്നായിരുന്നു. ഡെസ്മണ്ടിനെ വിവാഹം കഴിക്കാനോ? ഈ ഡെസ്മണ്ടിന്റെ റൊട്ടീൻ അറിയാമോ? മൊത്തം പ്ലാനിങ്ങും സമയവും വെച്ചിട്ട് ഇവരുടെയൊക്കെ ജീവിതം തന്നെ പോകുന്നേ. വെള്ളം കുടിക്കാൻ പോലും സമയമുണ്ടാകും. ഇതുപോലുള്ള ഒരു മനുഷ്യന്റെ കൂടെയൊന്നും ഒരു പെണ്ണിനും ജീവിക്കാൻ പറ്റില്ല. എല്ലാം പോട്ടെ, എപ്പോഴും ഇയാളുടെ ചുറ്റിലും ഗാർഡുകളും കാണും. അതിലൊക്കെ എവിടെ ഒരു പ്രൈവസിയുള്ള. ഞാനെന്തായാലും നോ തന്നെ പറയാനാ പോകുന്നേ. പക്ഷേ ഇത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഫാമിലിയിൽ നിന്ന് യെസ് പറയാൻ എനിക്ക് നല്ല പ്രഷർ വരും. എന്താ ചെയ്യുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. തലയ്ക്കാകെ വട്ടുപിടിക്കുക. എല്ലി പറഞ്ഞു, ഒരു പണി ചെയ്യ്, അങ്ങനെ ഒറ്റയടിക്ക് നോ പറയണ്ട. ചിലപ്പോ നമ്മൾ ചിന്തിക്കുന്നത് ശരിയാവണമെന്നില്ലല്ലോ. ആദ്യം നീ അയാളുമായിട്ടൊന്ന് ഇടപഴകി നോക്ക്. ഓക്കെ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. അത് കുഴപ്പമില്ലല്ലോ എന്ന് ജെനിഫറിനും തോന്നി. അങ്ങനെ ഡെസ്മണ്ടിനെ കണ്ട് ഡെസ്മണ്ടിനോട് കുറച്ചു സമയം ഒന്നിച്ച് ചിലവഴിക്കാനുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ ജെനിഫർ തീരുമാനിച്ചു. അടുത്ത ദിവസം അവൾ ഡെസ്മണ്ടിനെ കാണാനെത്തി. ജെനിഫർ വരുന്നു എന്നറിഞ്ഞപ്പോ തന്നെ അവൾ വിവാഹം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ചിന്തിച്ച് ഡെസ്മണ്ട് ഹാപ്പിയായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രാൻഡ് ഡിന്നറും പ്രപ്പോസ് ചെയ്യാനുള്ള സംഗതികളും ഒക്കെ ഡെസ്മണ്ട് തയ്യാറാക്കി. അവരങ്ങനെ തയ്യാറാക്കിയ ടേബിളിൽ ചെന്നിരുന്നു. ചുറ്റും ഗാർഡുകളുണ്ട്. ജെനിഫർ പിന്നാലെ തന്റെ പ്ലാൻ നടപ്പിൽ വരുത്താൻ തുടങ്ങി. ഈ ഗാർഡുകളെയൊക്കെ ഒന്നും ഇങ്ങനെ പറഞ്ഞയക്കാമോ? ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രൈവസി തോന്നുന്നില്ല. ഡെസ്മണ്ട് അപ്രകാരം ചെയ്തു. പിന്നാലെ ജെനിഫർ പറഞ്ഞു, എപ്പോഴും ഗാർഡുകളാൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചാലൊക്കെ എങ്ങനെയാ? നമുക്കൊന്നിച്ചൊന്ന് പുറത്തു പോകാം. ഒന്നിച്ച് കുറച്ചു സമയം ഇടപഴകുമ്പോ നമുക്ക് തന്നെ നല്ല രീതിയിൽ മനസ്സിലാകും, ഒരു ഐഡിയ കിട്ടും. ഉടൻ ഡെസ്മണ്ട് പറഞ്ഞു, ഗാർഡുകളില്ലാതെ പുറത്തു പോവാനോ? അതെന്തുമാത്രം അപകടകരമാണെന്നറിയോ? ഉടൻ ജെനിഫർ ചോദിച്ചു, ഓ അങ്ങനാണോ? നിങ്ങൾക്ക് ഗാർഡുകൾ കൂടെയില്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലാലേ. ആദ്യം നിങ്ങള് ഈ കൊട്ടാരത്തിന്റെ മതിൽ കടന്ന് പുറത്തു വാ. സാധാരണ ജനങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നതെന്ന് നോക്ക്. അവർക്കാർക്കും എവിടെയും ഒരു ഭീഷണിയുമില്ല. കൊട്ടാരത്തിൽ ഇങ്ങനെ അടച്ച് ബന്ധനസ്ഥനായി കഴിയുന്ന നിങ്ങളെക്കാളും സന്തോഷത്തിലാ അവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ. അത് കേട്ടപ്പോ ഡെസ്മണ്ടിന്റെ ഉള്ളിൽ എന്തോ പോലെ തോന്നി. അങ്ങനെ ആദ്യമായി ഗാർഡുകളൊന്നുമില്ലാതെ കൊട്ടാരത്തിന് പുറത്തു പോകാൻ ഡെസ്മണ്ട് തീരുമാനിച്ചു. ജെനിഫറും ഡെസ്മണ്ടും തെരുവിലേക്കിറങ്ങി. ഡെസ്മണ്ടിന്റെ ആ പ്രവൃത്തി ജെനിഫറെ സന്തോഷിപ്പിച്ചിരുന്നു. സ്നേഹിക്കുന്ന പെണ്ണിനു വേണ്ടി അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ഡെസ്മണ്ട് തയ്യാറാവുന്നുണ്ടല്ലോ. അങ്ങനെ അന്നവർ പുറത്തു കറങ്ങി ഷോപ്പിംഗ് ചെയ്തു. പുതിയ കുറെ ആളുകളെ മീറ്റ് ചെയ്തു. സ്ട്രിക്റ്റ് റോയൽ റുട്ടീൻ ഒന്നുമില്ലാതെ സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കൽ എന്ത് സന്തോഷമുള്ളതാണ് എന്ന് ഡെസ്മണ്ട് തിരിച്ചറിയുന്നതും അപ്പോഴായിരുന്നു. ഡെസ്മണ്ട് എന്ന് അവളോട് പറഞ്ഞു, ജെനിഫർ നീ കാരണമാ ഞാൻ ഇന്ന് പുറത്തു വന്നത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും ഒരിക്കലും അറിയയില്ലായിരുന്നു. കുറെ സമയം പിന്നിട്ടിട്ടും ഡെസ്മണ്ടിനെ കാണാതായതോടെ കൊട്ടാരത്തിലെ അസിസ്റ്റന്റും ഗാർഡുകളും പാനിക്കാവാൻ തുടങ്ങി. ഡെസ്മണ്ട് കിഡ്നാപ്പ് ചെയ്യപ്പെട്ടോ എന്ന് പോലും അവർ സംശയിച്ചു. വാർത്തകളും പരക്കാൻ തുടങ്ങി. വാർത്ത കണ്ട ജെനിഫർ ഉടനടി ഡെസ്മണ്ടിനെയും കൂട്ടി കൊട്ടാരത്തിലെത്തി. അതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യപ്പെട്ടു. കുറ്റമേറ്റെടുക്കാൻ ജെനിഫർ തയ്യാറായിരുന്നു. താനാണ് ഡെസ്മണ്ടിനെ നിർബന്ധിപ്പിച്ച് ഒറ്റയ്ക്ക് പുറത്തു കൊണ്ടുപോയത് എന്ന് അവൾ പറഞ്ഞു. പക്ഷേ ജെനിഫറെ അങ്ങനെ ഒറ്റയ്ക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാൻ ഡെസ്മണ്ട് ഒരുക്കമായിരുന്നില്ല. അവളെ കവർ ചെയ്ത് ഡെസ്മണ്ട് പറഞ്ഞു, അങ്ങനൊന്നുമില്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. എനിക്ക് സാധാരണ ജനങ്ങളുടെ കൂടെ ഇടപഴകി കുറച്ചു സമയം ചെലവഴിക്കണമായിരുന്നു. അതുകൊണ്ട് ഞാനത് ചെയ്തു. അതിലിപ്പോൾ എന്താ കുഴപ്പമുള്ളത്? ഡെസ്മണ്ടിന്റെ വാക്കുകൾക്ക് ആർക്കും മറുപടി ഉണ്ടായിരുന്നില്ല. ജെനിഫറെ ഡെസ്മണ്ട് പ്രൊട്ടക്ട് ചെയ്തു. അങ്ങനെയുള്ള ഡെസ്മണ്ടിന്റെ പ്രവൃത്തിയൊക്കെ ജെനിഫറെ സന്തോഷിപ്പിച്ചിരുന്നു. ഡെസ്മണ്ട് തന്നെ കെയർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ ജെനിഫർ മനസ്സിലാക്കി. എൻഗേജ്മെന്റിന് അവൾ സമ്മതം പറഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഡെസ്മണ്ടുമായി കുറച്ചുകൂടി അടുത്തിടപഴകാൻ അവസരം കിട്ടും. അപ്പോൾ ഡെസ്മണ്ടിനെ കൂടുതൽ മനസ്സിലാക്കാമല്ലോ എന്നായിരുന്നു അവൾ ചിന്തിച്ചതും. വൈകാതെ എൻഗേജ്മെന്റ് ഫംഗ്ഷന്റെ കാര്യങ്ങളിലേക്ക് കടന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലായിരുന്നു. രണ്ട് രാജ്യങ്ങളും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. ധൈര്യത്തോടെ ജെനിഫർ ആ കാര്യങ്ങളിലേക്ക് കാലെടുത്തു വെക്കുന്നു. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞതും കാര്യങ്ങൾ കുറച്ചുകൂടി മാറി. പെട്ടെന്ന് തന്നെ ആ കാര്യം വൈറലായി മാറി. ജെനിഫർ എല്ലായിടത്തും ഫേമസ് ആയി. 20 കൊല്ലത്തോളം ലോകത്തിനു മുമ്പിൽ അധികം അറിയാതെ സാധാരണക്കാരെ പോലെ ജീവിച്ച ഒരു രാജകുമാരി. അവളിപ്പോൾ വാൾ സിറ്റിയിലെ രാജകുമാരനുമായി എൻഗേജ്ഡ് ആയിരിക്കുന്നു. അങ്ങനെ ഡെസ്മണ്ടിന്റെ കൊട്ടാരത്തിലേക്ക് ജെനിഫർ എത്തിച്ചേർന്നു. കാര്യം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണെങ്കിലും ജെനിഫറിന്റെ മുറിയിലേക്ക് അനുവാദം വാങ്ങാതെ ഒരിക്കൽ പോലും ഡെസ്മണ്ട് കടന്നു കയറി ചെന്നില്ല. ജെനിഫർ പൂർണ്ണമായും
പൂർണ്ണമായും കംഫർട്ടബിൾ ആകുന്നവരെ, താനുമായി ഇടപഴകി ഓക്കെ ആകുന്നവരെ അവൾക്ക് സമയം അനുവദിക്കാൻ ഡെസ്മണ്ട് തീരുമാനിച്ചിരുന്നു. കുറച്ചു ദിവസം അങ്ങനെ കടന്നുപോയപ്പോ ജെനിഫർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. താൻ വിചാരിച്ച പോലൊന്നുമല്ല ഡെസ്മണ്ട് നല്ല മനസ്സുള്ള നല്ലൊരു വ്യക്തിയാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്ന, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന, എല്ലാവരുടെയും പ്രൈവസിയെ മാനിക്കുന്ന, സ്വന്തം പ്രൈവസി വേണം എന്ന് ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഡെസ്മണ്ടിനോട് ജെനിഫറിന് കൂടുതൽ ഇഷ്ടം തോന്നി. ഒരു ദിവസം അവർ ഒളിച്ച് റൂഫ് ടോപ്പിലെത്തി വാനം നോക്കി കിടന്ന് സംസാരിക്കാൻ തുടങ്ങി. ആ സമയം ഡെസ്മണ്ട് പറഞ്ഞു, ഇതുപോലെ തന്നെ നിന്റെ സഹോദരിക്കൊപ്പം ഏറെ സന്തോഷത്തോടെ ജീവിക്കണം എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ എന്തുകൊണ്ടോ അവൾക്കെന്നെ ഇഷ്ടപ്പെട്ടില്ല. ഒരുപക്ഷെ അവൾ സ്നേഹിച്ച വ്യക്തി എന്നേക്കാൾ സുന്ദരനായിരിക്കാം. അതുകൊണ്ടാവാം എന്നെ ഇഷ്ടപ്പെടാതെ പോയത്. എന്തുതന്നെയാണെങ്കിലും നടന്നതൊക്കെയും നല്ലതിനാണ്. നിന്റെ സിസ്റ്ററെ ഞാൻ വിവാഹം ചെയ്തിരുന്നെങ്കിൽ അവളെന്നും ദുരിതത്തിൽ ജീവിച്ചേനെ. അതെന്റെ ജീവിതവും ദുരിതത്തിലാക്കിയേനെ. നിന്റെ കൂടെ ഞാൻ സന്തോഷവാനാണ്. നിന്റെ കൂടെയുള്ള നിമിഷങ്ങളാണ് മറ്റൊരു രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എന്നെ പഠിപ്പിച്ചത്. ഞാനിങ്ങനെ ആകാശം നോക്കി കിടന്നിട്ട് തന്നെ എത്രയധികം വർഷങ്ങളായെന്നറിയാമോ. ഇപ്പോഴും നീ എന്നെ വിവാഹം കഴിക്കുമോ, ഇനി എന്താകും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഞാൻ നിന്നോട് നന്ദിയുള്ളവരാണ്. നീയാണ് എന്റെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത്, സന്തോഷത്തോടെ ജീവിക്കാൻ പഠിപ്പിച്ചത്. ആ വാക്കുകൾ ജെനിഫറിന്റെ മനസ്സിൽ തന്നെ കൊണ്ടു. അവൾ വല്ലാതെ ഇമോഷണലായി. അന്നു മുതൽ ആത്മാർത്ഥമായി കൂടുതലായി അവൾ ഡെസ്മണ്ടിനെ ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. ഡെസ്മണ്ടിനെ പോലെ മറ്റൊരാളെ ഇനി തന്റെ ജീവിതത്തിൽ കിട്ടാനേ പോകുന്നില്ല എന്ന് ജെനിഫറിന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ വിവാഹത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടു. രണ്ട് രാജ്യങ്ങളും കരാറിലും എത്തി. അവിടെ വെച്ച് സ്നേഹസംവാദങ്ങളാണ് ഉണ്ടാവേണ്ടതെങ്കിലും ചെറിയൊരു പ്രശ്നവും കൂടുതൽ കലുഷിതമായി വന്നു. ആരാണ് രാജാവാകുക എന്ന കാര്യത്തിലായിരുന്നു തർക്കം. ഒടുവിൽ അത് പരിഹരിക്കാൻ ജെനിഫർ തന്നെ മുന്നിട്ടിറങ്ങി. ഡെസ്മണ്ടിന്റെ അച്ഛനെയും തന്റെ അച്ഛനെയും രാജ്ഞിമാരെയും ടേബിളിലിരുത്തി ശേഷം അവരോടായി ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. നിങ്ങളുടെ പേരുകൾ പരസ്പരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറുള്ളത്? ആദ്യം മറുപടി പറഞ്ഞത് ഡെസ്മണ്ടിന്റെ അച്ഛനായിരുന്നു. അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ എനിക്ക് ഇൻസ്പിറേഷനാണ് തോന്നാറുള്ളത്. എന്നേക്കാൾ ചെറിയൊരു പ്രായവ്യത്യാസമേ അദ്ദേഹത്തിനുള്ളൂ. എന്നിരുന്നാലും ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരനെ പോലാണ് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ എത്തി നിൽക്കുന്ന പോലെ ഒരിക്കലും എത്തില്ലായിരുന്നു. ഞങ്ങൾക്കൊരിക്കലും പരസ്പരം ശത്രുതയുണ്ടായിരുന്നില്ല. പക്ഷേ സിംഹാസനത്തിന് വേണ്ടിയുള്ള അത്യാഗ്രഹമാണ് ഞങ്ങളെ അതിലേക്ക് കൊണ്ടെത്തിച്ചത്. ജെനിഫറിന്റെ അച്ഛൻ അടുത്തതായി മറുപടി പറഞ്ഞു. അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും മികച്ച കമ്പാനിയനെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ കാര്യത്തിനും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരേ ഒരാൾ അദ്ദേഹമാണ്. രണ്ടുപേരും പറഞ്ഞത് കേട്ടപ്പോൾ അടുത്തതായി ജെനിഫർ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറയുന്നത് കേൾക്കൂ. എത്ര വലിയ സന്തോഷമാണ് നിങ്ങളിലുള്ളത്, എത്ര വലിയ സ്നേഹമാണുള്ളത്. ഇത്രയധികം ബോണ്ടുള്ള നിങ്ങൾ എന്തിനാണ് വഴക്കടിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഈ വലിയ രാജ്യം അങ്ങ് ഭരിച്ചാൽ പോരെ? ഒരേ ഒരാളെ രാജാവാകാൻ പാടുള്ളൂ എന്നിവിടെയും നിയമമൊന്നുമില്ലല്ലോ. രണ്ട് രാജാക്കന്മാരുണ്ടെങ്കിൽ തീരുമാനങ്ങളിൽ കൂടുതൽ ക്ലാരിറ്റി വരും. രാജ്യം കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് ഭരിക്കാൻ പറ്റും. അത് കേട്ടപ്പോൾ അതൊക്കെ ശരിയാണല്ലോ എന്നാ രണ്ട് രാജാക്കന്മാർക്കും തോന്നി. സംഭവം കൊള്ളാമല്ലോ അല്ലേ എന്ന് പറഞ്ഞവർ ഒന്നിച്ച് ഭരിക്കാം എന്ന തീരുമാനത്തിലെത്തി. കൂട്ടത്തിലൊരു അഭിപ്രായവും പറഞ്ഞു. വിവാഹത്തിന് മുമ്പേ നമ്മളിപ്പോ ഇതാ ഒരു ഫാമിലിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് കുട്ടികളുടെ വിവാഹ കാര്യത്തിൽ അവർക്ക് മേൽ പ്രഷർ ചെലുത്തണ്ട. അവർക്കിഷ്ടമുണ്ടെങ്കിൽ വിവാഹം കഴിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പത്രസമ്മേളനത്തിലും അവർ അത്തരത്തിൽ തന്നെ പറഞ്ഞു. പക്ഷെ അവരുടെ ആ സംസാരം ഡെസ്മണ്ടിനെ കുറച്ച് വിഷമിപ്പിച്ചു. ജെനിഫർ ഇനിയെങ്ങാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുമോ? ഡെസ്മണ്ട് അവളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. വിവാഹം കഴിക്കില്ലേ എന്ന് ജെനിഫറോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്താൻ വരെ ഡെസ്മണ്ടിന് ധൈര്യമുണ്ടായിരുന്നില്ല. ജെനിഫർ രാജ്യത്തെ ഉദ്ദേശിച്ച് മാത്രമായിരിക്കും താനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത് എന്നായിരുന്നു ഡെസ്മണ്ട് ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജെനിഫറോട് യാത്ര പറഞ്ഞ് ഡെസ്മണ്ട് അവിടെ നിന്ന് പോന്നു. ഡെസ്മണ്ടിനെ പിടിച്ചു നിർത്തണം എന്ന് ജെനിഫറിന് തോന്നിയെങ്കിലും അപ്പോൾ എന്തോ അവൾക്കൊരു ധൈര്യക്കുറവ് തോന്നി. പിന്നീട് എല്ലിയുമായി ജെനിഫർ സംസാരിച്ചു. ഡെസ്മണ്ടിനെ അവൾ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് എന്നെല്ലിക്ക് മനസ്സിലായി. എല്ലി അവളോട് പറഞ്ഞു, നിനക്ക് ആ സ്നേഹമുണ്ടെങ്കിൽ അവനോടത് തുറന്നു പറയണ്ടേ? ഇതൊരു പക്ഷേ നിന്റെ അവസാന അവസരമായിരിക്കും. നീ ഡെസ്മണ്ടിനെ പോയി കാണ്, നിന്റെ ഇഷ്ടം പറയ്. ഇതേസമയം ഡെസ്മണ്ട് കൊട്ടാരത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. പാതി വഴിയിലെത്തിയപ്പോ ഡെസ്മണ്ട് പുറത്തിറങ്ങി നിന്നു. എന്തോ ആലോചിച്ചവൻ തീരുമാനിച്ചു, ജെനിഫറോട് ഞാൻ എന്തായാലും ചോദിക്കാൻ പോവുകയാണ്. അവൾ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, പക്ഷേ എനിക്കൊരു ഉത്തരം വേണം.
ധൈര്യം സംഭരിച്ച് ഡെസ്മണ്ട് ജെനിഫറെ മീറ്റ് ചെയ്യാൻ ഓടി. ഡെസ്മണ്ടിനെ തിരക്കിയോടിയ ജെനിഫറെ തിരക്കിയോടിയ ഡെസ്മണ്ടും ഒടുവിൽ പരസ്പരം കണ്ടുമുട്ടുകയാണ്. തങ്ങൾ പ്രണയിക്കുന്നവർ അങ്ങനെ ഓടിവരുന്നത് കണ്ടപ്പോൾ തന്നെ ഇരുവർക്കും വലിയ സന്തോഷം തോന്നിയിരുന്നു. ജെനിഫർ ഓടിവരുന്നു, അവൾക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് ഡെസ്മണ്ട് കണക്കുകൂട്ടി. അതുപോലെ തന്നെ ജെനിഫറും ചിന്തിച്ചു. അധികം വൈകിയില്ല. മുട്ടുകുത്തിയിരുന്ന് വളരെ ആത്മാർത്ഥതയോടെ ഡെസ്മണ്ട് ജെനിഫറെ പ്രപ്പോസ് ചെയ്തു. ജെനിഫർ സന്തോഷത്തോടെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതായിരുന്നു അവരുടെ റിയൽ എൻഗേജ്മെന്റ്. അധികം വൈകാതെ അവരുടെ വിവാഹവും നടന്നു. വളരെ വലിയൊരു ഗ്രാൻഡ് വിവാഹമായിരുന്നു അത്. സന്തോഷത്തോടെ അവർ ജീവിതം തുടങ്ങുന്ന ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.